ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധ മാർച്ചിനിടെ സുരക്ഷാ സേന നടത്തിയ നടപടികളിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ജൂലൈ 20-ന് കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റിലേക്ക് നടത്തിയ ചലോ സൻസദ് മാർച്ചിനിടെയാണ് സംഭവം. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഷെയ്ഖ് ഇർഷാദ് മൻസൂറി, സാഹിൽ ലോചാബ് എന്നിവരടക്കം നിരവധി പേർക്ക് പെല്ലറ്റ് പ്രയോഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇർഷാദിന്റെ മുഖത്തും കഴുത്തിലും തുളച്ചുകയറിയ ലോഹച്ചില്ലുകൾ സർജറിയിലൂടെയാണ് പുറത്തെടുത്തത്. 19-കാരനായ സാഹിലിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും കാഴ്ചശേഷിയെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി പോലീസ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും ന്യൂഡൽഹി പോലീസിനൊപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CRPF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഒരു ഉദ്യോഗസ്ഥൻ 7 റൗണ്ട് പെല്ലറ്റ് കാട്രിഡ്ജുകൾ ഫയർ ചെയ്തതായി ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിക്കാതെയാണ് സേന പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചതെന്ന് വകുപ്പ് തല അവലോകനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആൾക്കൂട്ടത്തെ നേരിടുവാൻ സുരക്ഷാ സേന ഉപയോഗിക്കുന്ന 12 ബോർ പബ് ആക്ഷൻ ഷോട്ടുകളാണ് പെല്ലറ്റ് തോക്കുകൾ. ഇതിന്റെ ഒരു കാട്രിഡ്ജിൽ 100 കണക്കിന് ചെറിയ ലോഹ റബ്ബർ പെല്ലറ്റുകൾ അടങ്ങിയിരിക്കും. തോക്കിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ പെല്ലറ്റുകൾ വായുവിൽ ചിതറിത്തെറിക്കുകയാണ് ചെയ്യാറ്. പെല്ലറ്റുകൾ നേരിട്ട് കണ്ണിൽ തട്ടിയാൽ തിമിരവും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകാം. ശരീരത്തിന്റെ നേർത്ത ചർമ്മത്തിലൂടെ തുളച്ചുകയറുന്ന ഇവ ഞരമ്പുകളിലോ രക്തക്കുഴലുകളിലോ തറച്ചാൽ ഗുരുതരമായ ആന്തരിക രക്തസ്രാവത്തിനും കാരണമാകും. അരക്കെട്ടിന് മുകളിലേക്ക് പ്രത്യേകം മുഖത്തോ കഴുത്തിലോ ലക്ഷ്യം വെച്ച് വെടിയുതിർത്താൽ പെല്ലറ്റുകൾ ആഴത്തിൽ തുളച്ചുകയറി ജീവന് തന്നെ ഭീഷണിയാകും. സാധാരണയായി മുന്നറിയിപ്പുകൾ നൽകിയ ശേഷം അവസാന മാർഗം എന്ന നിലയിലാണ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കേണ്ടത്. 500 അടിയെങ്കിലും അകലെ നിന്ന് അരക്കെട്ടിന് താഴേക്ക് മാത്രം ലക്ഷ്യം വെച്ച് വെടിയുതിർക്കണം എന്നാണ് നിബന്ധന. എന്നാൽ ഇത്തവണ ഈ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന ആരോപണമാണ് ശക്തമാകുന്നത്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയവും CRPFും അന്വേഷണം തുടരുകയാണ്. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതിഷേധം ശക്തമാവുകയാണ്.